കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 21 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ചില ആളുകൾ ജെറുസലേം ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. അവർ ചോദിച്ചു, ഗുരോ, ഇതെപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളുമുണ്ടാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ അനുദിന ജീവിതത്തിൽ ജാഗ്രത പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം, മനുഷ്യനിർമ്മിതമായ ഒന്നിലും നമ്മൾ അഹങ്കരിക്കരുത്. അത് ഇന്നല്ലെങ്കിൽ നാളെ തകരും, ഇതിനകത്ത് ഒരു സംശയമില്ല. കാരണം യഹൂദരുടെ ഒരു അഹങ്കാരമായിരുന്നു ജെറുസലേം ദേവാലയം. വലിയ നമ്മുടെ മനോഹരമായി ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു, സ്വർണ്ണമൊക്കെ പൂശിയിരിക്കുന്നതുകൊണ്ട് അകലെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിളങ്ങുന്നത് പോലെ കാണാൻ പറ്റുമായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഹങ്കാരം കൂടിയായിരുന്നു ജെറുസലേം ദേവാലയം. അപ്പം അതിൻ്റെ പ്രൗഢിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇതൊക്കെ കല്ലുമേൽ കല്ല് ശേഷിപ്പിക്കാതെ നശിപ്പിക്കപ്പെടുന്ന കാലം വരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് അഹങ്കരിക്കുന്ന സകലതും തകർന്നു പോകുന്ന, മാനുഷികമായ അധ്വാനം കൊണ്ടും നിർമ്മിതി കൊണ്ടും നമ്മൾ കെട്ടിപ്പൊക്കിയതൊക്കെ ഒരിക്കൽ തകർന്നു പോകും. കാരണം ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു തിരിച്ചറിവിലേക്കാണ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം എത്തിക്കുന്നത്. കൂടാതെ ഇതിലൊന്നും നമ്മൾ അഹങ്കരിക്കാനും പാടില്ല. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വചനം നാം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവിനൊരു ദിവസമുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിനെ നാം കണ്ടുമുട്ടുന്നൊരു ദിവസമുണ്ട്. അന്ന് സകല അഹന്തയും അഹങ്കാരവും തകർന്നു വീഴുന്ന ദിവസമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ അഹങ്കരിച്ചുവോ, മറ്റൊരു വാക്യം പറഞ്ഞാൽ ദൈവത്തെ മാറ്റി നിർത്തി നാം ജീവിതത്തിൽ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തുവോ, അതിൽ നമ്മൾ അഹങ്കരിച്ചിട്ടുണ്ടോ, അതെല്ലാം തകർന്നു വീഴുന്ന സമയമാണ് കർത്താവിനെ കണ്ടുമുട്ടുന്ന സമയം. ഇപ്പോൾ മാനുഷികമായ പ്രൗഢിയിലും നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നേടിയെടുത്തതിലുമല്ല നമ്മൾ നമ്മുടെ ആശ്രയം വയ്ക്കേണ്ടത്, മറിച്ച് ദൈവത്തിലാണ് എന്നുള്ള സന്ദേശമാണ് ആരംഭത്തിൽ തരുന്നത്. തുടർന്ന് അങ്ങോട്ട് വരുന്നത് അവസാന കാലങ്ങളെക്കുറിച്ചുള്ള അടയാളങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ന് പലരും പലയിടങ്ങളിലും പല കോണുകളിൽ നിന്ന് ഇത് അന്ത്യകാലമാണ് എന്നൊക്കെ പറയുന്നതിന് കാരണം കാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ഈശോ പറയാൻ തുടങ്ങി. അത് നമ്മളൊന്ന് ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ ശരിക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് പലരും പറയുന്നത്, ശ്രദ്ധിക്കണം, ഇത് അന്ത്യകാലമാണ്, അവസാന കാലത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നൊക്കെ. ഇനി ചില അടയാളങ്ങൾ കർത്താവ് പറയുന്നത് ഇത് നമ്മളെ ഭയപ്പെടുത്താനല്ല, ഈശോ പറഞ്ഞതും അവരെ ഭയപ്പെടുത്താനല്ല, ഭയപ്പെടരുതെന്നാണ് ഈശോ പറഞ്ഞുകൊണ്ടിരുന്നത്, മറിച്ച് ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടാണ്, ഉണർവുള്ളവരായിരിക്കാനാണ്. ദൈവവചനത്തിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ധൈര്യമെടുത്ത് ഉണർവുള്ളവരായിരിക്കാനാണ് ഈശോ അവസാന കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് ആദ്യം പറഞ്ഞത് വ്യാജ പ്രവാചകന്മാരുണ്ടാവും, അതാ അവിടെ, ക്രിസ്തു ഇവിടെ എന്നൊക്കെ പറയും, അല്ലേ?
ഈ 2000 ആണ്ടെത്തിയ സമയത്തൊക്കെ നമുക്കറിയാം ലോകം അവസാനിക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി അല്ലെങ്കിൽ നമ്മൾ സെമിനാരി പഠിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് തീരും നാളെ തീരും എന്നൊക്കെ വിചാരിച്ച് നിന്നിട്ടൊന്നും തീർന്നില്ല അല്ലേ. അങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു 2000 ലോകം അവസാനിക്കുന്നൊക്കെ. ഇതൊക്കെ മനുഷ്യൻ്റെ പ്രവചനങ്ങളായിരുന്നു. അപ്പോൾ വ്യാജ പ്രവചനങ്ങളും പ്രബോധനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് കടന്നു വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സർഫ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം വ്യാജ പ്രബോധനങ്ങളും വ്യാജ പഠനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്തെന്നും ആ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിലും ചെറിയ തെറ്റായ പ്രബോധനങ്ങൾക്ക് നമ്മുടെ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കാനും അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് വലിക്കാനും പറ്റും. നമ്മുടെ ഒത്തിരി യുവജനങ്ങൾ വലിയ ഭാരത്തോടെയാണ് ഞാൻ പറയുന്നത്. കാരണം കൗൺസിലിങ്ങിന് വരുമ്പോൾ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ കണ്ടുമുട്ടുന്ന നമ്മുടെ അനേകം യുവജനങ്ങൾ ഇന്ന് ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെ അടിമപ്പെട്ടിട്ട് കർത്താവിൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക. വിശ്വാസ ജീവിതം പോലുമില്ല. നിരാശയ്ക്ക് അടിമപ്പെട്ട് ആകുലതകൾക്ക് അടിമപ്പെട്ട് സ്വയം ശപിച്ചൊക്കെ ജീവിതം കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ചില പ്രത്യയശാസ്ത്രങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില വ്യാജ പ്രബോധനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് മറികടക്കാൻ സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങൾ, ദൈവവചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു വ്യക്തത ഉണ്ടാകുകയും നമ്മുടെ ഹൃദയം നമ്മൾ അതിൽ ഉറപ്പിക്കുകയും വേണം. ഇപ്പം എന്ത് വ്യാജ പ്രബോധനങ്ങളുണ്ടായാലും നമുക്ക് കുഴപ്പമില്ല. എന്നിട്ട് കർത്താവ് പറയാൻ രണ്ടാമത് കൂട്ടിച്ചേർന്ന് ഭൂകമ്പങ്ങളും പ്രകൃതി ക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകും. ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറയുന്ന വൈറസ് പോലുള്ള സാധനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു കൊറോണ എന്നൊക്കെ പറഞ്ഞത്. ലോകം മുഴുവനെ അറസ്റ്റ് ചെയ്തില്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ത്യകാലങ്ങളിൽ ഉണ്ടാകുമെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പ്രവചിച്ചതാണ്. പ്രകൃതി ഗോളങ്ങളിൽ പോലും വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നാണ് കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ എത്തുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ പുത്രന് പോലുമോ അറിയത്തില്ല എന്ന് വചനം പറയുന്നതുകൊണ്ട് നമ്മളാരും ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ അധികമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്പം കൂടി ഇപ്പോൾ പോകുന്നതിനേക്കാളും ആത്മീയ ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുന്നത്. അപ്പോൾ ഈശോ തൻ്റെ ജനത്തോട് സംസാരിച്ചപ്പോൾ ഈശോ പറയാൻ ആഗ്രഹിച്ചു അതുതന്നെയാണ്, നിരന്തരമായ ഒരാത്മീയ ജാഗ്രത, വിശ്വാസത്തിൻ്റെ ജാഗ്രത, വിശുദ്ധ ജീവിതത്തിൻ്റെ ജാഗ്രത, കർത്താവിനെ കണ്ടുമുട്ടാൻ തക്ക വിധത്തിലുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരു ജാഗ്രത അനുദിന ജീവിതത്തിൽ നാം പുലർത്തണം എന്നുള്ളതാണ് ഇന്നത്തെ വായനകളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിച്ച് ഓരോ നിമിഷവും ഈശോയോട് ചേർന്ന് ലോകം വെച്ച് നീട്ടുന്ന എല്ലാ തിന്മയിൽ നിന്നും എല്ലാ നുണകളിൽ നിന്നും നാം രക്ഷിക്കപ്പെടേണ്ടതിനും മാറ്റി നിർത്തപ്പെടേണ്ടതിനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.